കായിക മേഖലയിൽ നേട്ടങ്ങൾക്കനുസരിച്ച് അടിസ്ഥാന സൗകര്യം ഉണ്ടാകണമെന്ന് കായിക വകുപ്പിന്റെ സെമിനാർ അഭിപ്രായപ്പെട്ടു. നവകായിക കേരളം മികവിന്റെ ട്രാക്കിൽ വിഷൻ 31 കായിക വകുപ്പിന്റെ സെമിനാറിന്റെ ഭാഗമായാണ് എല്ലാവർക്കും സ്പോർട്സ് അടിസ്ഥാന കായിക വിദ്യാഭ്യാസവും കായികക്ഷമതാ മിഷനും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. എല്ലാവർക്കും സ്പോർട്സ്, എല്ലാവർക്കും ആരോഗ്യം എന്ന പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരും സ്പോർട്സ് കൗൺസിലും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒത്തുചേർന്ന് മുന്നോട്ടു പോകണം. ഓരോ ഗ്രാമപഞ്ചായത്തിലും സ്പോർട്സ് കൗൺസിൽ എന്നത് ഇതിന് ഉപകരിക്കും. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരെയും ഉൾക്കൊള്ളിച്ചു വേണം കായിക വിദ്യാഭ്യാസം നടപ്പാക്കേണ്ടത്. കായിക മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അളവിനനുസരിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ചിലവഴിക്കുന്ന പണം കുറയ്ക്കാമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാത്രമല്ല കായികക്ഷമത, കായിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. സ്കൂളുകളിലെ കായികക്ഷമത പ്രോഗ്രാം, കമ്മ്യൂണിറ്റി സ്പോർട്സ് പുരോഗതികൾ എന്നിവ വഴിയും കുടുംബശ്രീയെ കായികക്ഷമത പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതിലൂടെയും കേരളത്തെ കായിക സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റാമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. സ്കൂളുകളിൽ കായികാധ്യാപകരുടെ അഭാവം, കായിക കോഴ്സുകൾ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളുടെ കുറവ്, കായിക മേഖലയിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാക്കാത്തത് തുടങ്ങിയ വിഷയങ്ങളും സെമിനാറിൽ ഉന്നയിച്ചു. ഡോക്ടർ MR ദിനു മോഡറേറ്ററായി, MS വർഗീസ്, ഡോക്ടർ ബിന്ദു P വർഗീസ്, ഡോക്ടർ KV അനൂപ്, ഡോക്ടർ PT അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സത്യത്തിൽ കേരളത്തിലെ ഓരോ സ്കൂളുകളും സ്പോർട്സിന്റെ നേഴ്സറികളായി ചിന്തിക്കണം. ഈ നേഴ്സറികളിൽ ഫലം ഉണ്ടാകാനുള്ള ശ്രമമേ നടത്തരുത്. സ്പോർട്സ് ഈ സാധാരണ സ്കൂളുകളിൽ നടത്തേണ്ടത് അവിടെ സ്പോർട്സിന്റെ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ട്രെയിനിങ് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ എന്താ സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ മനോഹരമായ ചെടികളെ അല്ലെങ്കിൽ നല്ല ചെടികൾ അവിടെ നിന്ന് ഫോം ചെയ്യപ്പെടണം. നല്ല ചെടികളെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനെ നമുക്ക് സ്പോർട്സ് അക്കാഡമി എന്നൊക്കെ പറയാം. യും സ്റ്റേറ്റ് ഗവൺമെന്റ് നോക്കുന്ന അക്കാഡമികളായിട്ട് പറയാം. അവിടെ കൊണ്ടുവന്ന് ഇതിനെ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ അക്കാഡമി നടത്തുന്നതാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.